അങ്ങനെ KPCC അധ്യക്ഷൻ തിണ്ണ നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നിരങ്ങിയത് പാണക്കാട്ട് തങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്നിപ്പോൾ നമ്മുടെ നായർ കുടുംബത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനി എന്ന് പറയുന്നത് പെരുന്നയിലെ പോപ്പ് തന്നെയാണല്ലോ. പോപ്പിനെ കാണാതെ പിന്നെ സണ്ണി ജോസഫിന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? പണ്ട് ഈ CPMകാർ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരെ. ഈ ബിഷപ്പന്മാരുടെ രൂപതയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്നതിനെ പറ്റി രൂപത എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതേ CPMകാർ തന്നെ ബിഷപ്പന്മാരുടെ കൈ പിടിച്ച് മുത്തുകയും തിണ്ണ നിരങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ തിണ്ണ നിരങ്ങൽ വളരെ കൂടുതലായിരിക്കും. കാരണം ലീഗിനെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാരണം കൊണ്ട് തന്നെ മറ്റു പലരുമൊക്കെ കോൺഗ്രസ്സിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ക്രൈസ്തവ സമുദായം, അതുപോലെ തന്നെ ഈഴവ സമുദായം, നായർ സമുദായം ഒക്കെ തന്നെ ഇത് കോൺഗ്രസ്സുകാരും മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ. പക്ഷെ വൈകിപ്പോയി എന്നുള്ളതാണ്. കാരണം ലീഗ് കൂടുതലായിട്ട് കോൺഗ്രസ്സിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങാനും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിതി വളരെ ഗുരുതരമാവുകയും ചെയ്യും. കേരളത്തിലെ മുസ്ലിം ലീഗിന് 6 മന്ത്രിമാർ വരും, പ്ലസ് ഒരു ഉപമുഖ്യമന്ത്രിയും വരും. അത് നമ്മുടെ കുഞ്ഞാപ്പ തന്നെ ആയിരിക്കും. കുഞ്ഞാപ്പ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാനായിട്ട് വേഷം കെട്ടി നടക്കുന്ന ആളാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ നടക്കാറുമുണ്ട്, നടത്തുകയും ചെയ്യും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. അവർ ഇക്കുറി മിക്കവാറും സീറ്റ് തന്നെ കൂടുതൽ ആവശ്യപ്പെടും. അവർ ഒരു സീറ്റ് തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സീറ്റ് വിഭജന സമയത്ത് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. അതൊക്കെ തന്നെ ഈ NSSനും SNDPക്കും ഒന്നും അതത്ര രുചിക്കുന്ന കാര്യമല്ല. ക്രൈസ്തവ സമുദായം എന്തുകൊണ്ട് എങ്ങനെ പോയി അതാദ്യം മനസ്സിലാക്കണം. 1, ലീഗിൻ്റെ അപ്രമാദിത്വം. 2, മുനമ്പം വഖഫ് ഭേദഗതി ബില്ല്. ഇതിൽ കോൺഗ്രസ്സുകാരുടെ നിലപാട് ഇവർക്ക് കാര്യം വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലും മുനമ്പത്തെ കാര്യങ്ങളുമൊക്കെ അത് BJPയോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനും മുന്നേ തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ഈ ബിഷപ്പുമാരും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചയും കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാക്കി. കേരളത്തിൽ തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപി വലിയൊരു നേട്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് ക്രൈസ്തവരുമായിട്ട്. അത് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളിടങ്ങളിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള ആസൂത്രണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈഴവ വോട്ടുകൾ ധാരാളം ഇങ്ങോട്ടേക്ക് പോന്നു. ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് CPM പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതായത് MV ഗോവിന്ദൻ പറയുന്നത് നല്ല രീതിയിൽ CPMൻ്റെ ഈഴവ വോട്ടുകൾ പോയി. പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും ഇവരുടെ ആധിപത്യം ഉണ്ടാകുന്നു. BJPയുടെ പാർട്ടി കേന്ദ്രങ്ങളിലെ ഈഴവ വോട്ടുകൾ പോലും നന്നായി ചോർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഇടങ്ങളിൽ നിന്ന്. MV ഗോവിന്ദനും ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ വെള്ളാപ്പള്ളി തന്നെ പറയുന്നുണ്ട്, പിന്നെ കോൺഗ്രസ്സിൽ ഈഴവർ അന്യം നിൽക്കുന്നു എന്ന്. കോൺഗ്രസ്സിലെ ഈഴവർ ഇല്ലാതാകുന്ന ഒരു രംഗമാണ് കാണുന്നത്. ശരിയാണ്, CPMലെ ഈഴവ വോട്ടുകളെല്ലാം പോയി, കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നതും പോയി. ഈ 2 ഇടങ്ങളിൽ നിന്നുള്ള വോട്ടുകളെല്ലാം കൂടി എവിടേക്ക് വരുന്നു? BJPയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാം ഒന്നും പാഴ്വാക്കല്ല എന്ന് ഓർക്കണം. ഇതിനകത്ത് ഇതിൻ്റെ ആഴം മനസ്സിലാക്കണം, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞിരിക്കുന്നത്. ആ അവസരത്തിലാണ് ഇവിടെ ഇപ്പോൾ സണ്ണി ജോസഫ് പെരുന്നയിലെത്തി നമ്മുടെ സുകുമാരൻ നായരെ കണ്ടു. കൂടെ നല്ല ഒരു നായരെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, ചെവി പൂടെയുള്ള നായര, വിഷ്ണുനാഥ്. പാർട്ടി ഇങ്ങനെ എല്ലാം ഇങ്ങനെ വീതം വെച്ച് കൊടുത്തിരിക്കുകയല്ലായിരുന്നു. ഈഴവന്, നായർക്ക്,
മുസ്ലിങ്ങൾക്ക്, ദളിതന്, ഈഴവ വിഭാഗത്തിലെ UDF കൺവീനറാക്കി. KPCC അധ്യക്ഷ സ്ഥാനം ക്രൈസ്തവർക്കും കൊടുത്തു. ഇത് ക്രൈസ്തവരെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ധാരണയിലാണ്. NSS എങ്ങോട്ടേക്ക് അകന്നു, NSS എന്തുകൊണ്ട് അകന്നു നിന്നു, അതിൻ്റെയും പ്രധാന കാരണം മറ്റൊന്നുമല്ല, ലീഗിൻ്റെ അപ്രമാദിത്വമാണ്. ഇത് എത്ര വട്ടമായി കേരളത്തിലുള്ള ഈ NSS പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകർ പറയുകയാണ്, ലീഗിന് എന്തിനാണ് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത് തോളിൽ. ലീഗ് കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും BJP ഇത് മുതലാക്കിക്കൊണ്ട് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയല്ല, അവർ സീറ്റ് നേടുക തന്നെ ചെയ്യും. ആ സീറ്റ് നേടുന്നത് ഇവർക്ക് CPM-ന് അനുകൂലമായൊരു സാഹചര്യം 2026 സൃഷ്ടിക്കും. 2026 LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കോൺഗ്രസ് തന്നെയാണ്, മാറ്റമില്ലാത്തതാണ്. അത് ഉറപ്പായ കാര്യവുമാണ്. ഇവരെയൊക്കെ നല്ല ഒന്നാന്തരം ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ് വേണ്ടത് ഈ കോൺഗ്രസ്സുകാരന്മാരെ. അതായത് ഈ ലീഗിന് ഇത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തത്. കോൺഗ്രസ് ഭരിക്കുന്നത് ആരാണ്? ലീഗാണ്. കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് ആരാണ്? ലീഗാണ്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് ആര്? ലീഗാണ്. അപ്പോൾ ലീഗിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ലീഗിനുമായിട്ടുള്ള ഒരു പോക്കാണ് കോൺഗ്രസിൽ നിന്ന് ഈഴവരും NSS-ഉം ഒക്കെ തന്നെ അകലാൻ കാരണം. അതുപോലെ തന്നെ ക്രൈസ്തവരും. 3 പ്രബല വിഭാഗങ്ങളാണ് അകന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് കേരളത്തിൽ? ഇവർ സംപൂജ്യരായി മാറും. അതോടുകൂടി കോൺഗ്രസ് തരിപ്പണമാവുകയും ചെയ്യും. UDF ശിഥിലമാകും. ഘടകകക്ഷികൾ അവരവരുടെ വഴി നോക്കി പോവുകയും ചെയ്യും. ഇപ്പം നോക്കുക, NSS ആസ്ഥാനത്ത് പോയി സുകുമാരൻ നായരുടെ കാല് പിടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു സമുദായത്തിൻ്റെയും തിണ്ണ നിരങ്ങാൻ പോകരുത്. പണ്ട് നമ്മുടെ തോപ്പിൽ ഭാസി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോട് പാർട്ടി പ്രവർത്തകരൊക്കെ പറഞ്ഞു, NSS ആസ്ഥാനത്തൊന്ന് പോകണം, അവിടെ സെക്രട്ടറിയെ ഒന്ന് കാണണം, അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞത്, കഴിയുമെങ്കിൽ അദ്ദേഹം വന്ന് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ വന്ന് എന്നെ ഒന്ന് കാണട്ടെ എന്നാണ്. ഇതാരോ അവിടെ NSS ആസ്ഥാനത്ത് അറിയിച്ചപ്പോൾ അന്നത്തെ മന്നത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ ചുണയുള്ളവനാണ്, അവനാണ് തന്തയ്ക്ക് പിറന്നവൻ എന്നാണ് പറഞ്ഞത്. ചുട്ട ഒരു മറുപടി അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ആ തൻ്റെ ഇടം, ആ ആർജവം ഒന്നും പിന്നീടുള്ള ഈ ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു CPM-കാരനും ഇല്ലെന്നുള്ളതാണ്. നട്ടല് വളച്ച് പെരുന്നയിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു സുകുമാരൻ നായർ പിടിച്ച് ഇറക്കി വിട്ട് കാണും സണ്ണി ജോസഫിനെ. അതായിരിക്കും സംഭവിച്ചത്. ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയാണോ വിഷ്ണുനാഥനെയും കൂടെ കൊണ്ടുപോയതെന്നും അറിയത്തില്ല.